അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. മരണം ഇങ്ങനെ അപകടത്തിൻ്റെ രൂപത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി അപകട മരണങ്ങളാണ് ഈ അടുത്തായി നടന്നത്. എല്ലാവരും ദുആ ചെയ്യുക. വളരെയേറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയായിരുന്നു. നാടിനും നാട്ടുകാർക്കും ഉൾക്കൊള്ളാനാവാത്ത മരണം. ചില മരണം അങ്ങനെയാണ്, നമുക്ക് പെട്ടെന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പള്ളിയിൽ നിന്നും വിളിച്ചു പറയുമ്പോഴാണ് നമ്മളിതറിയുക, ഇന്നാൾ മരണപ്പെട്ടു എന്ന്. പെട്ടെന്ന് ഞെട്ടിപ്പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇതുപോലുള്ള മരണവാർത്തകൾ, എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. ഇന്ന് ആളുകൾ മരണപ്പെടുന്നത് ചിരിക്കുന്ന ചിരിയിലും കളിക്കുന്ന കളിയിലും ഓടുന്ന ഓട്ടത്തിൽ പാടുന്ന പാട്ടിലും അവരെ അറിയാതെ മരണപ്പെട്ടു പോവുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെയൊക്കെ ഖൽബിൽ ഈമാൻ ഉണ്ടാകണം. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം. നമുക്കൊക്കെ ജീവനുള്ള കാലത്തെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരം പടച്ചറബ് നൽകിയിട്ടുള്ളൂ. അത് പരമാവധി ഉപയോഗിക്കുക. നല്ലൊരു മാസമാണ് ഈ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടത്. ആ കുടുംബത്തിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് ഒരുപാട് സങ്കടമാകുന്നത്. ആ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു, എന്നും പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു ആളുകളുടെ മനസ്സിൽ. കണ്ണൂർ പരിയാരം കാരാക്കൊണ്ടിൽ റമദാൻ 17 ആ ഒരു പുണ്യ ദിവസം മുഹമ്മദ് ബഷാർ എന്ന ഈ ഒരു മോന് പടച്ചറബിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ടെമ്പോ ഡ്രൈവറായിരുന്നു ബഷാർ. മറ്റൊരു ലോറിയുമായി കൂട്ടിയിടിച്ച് ആശുപത്രിയിലാവുകയും ഇന്ന് പുലർച്ചെ മരണപ്പെടുകയും ചെയ്തു. വല്ലാതെ സങ്കടപ്പെടുത്തുന്ന വാർത്തയായിരുന്നു ഇത്. അവിടെയുള്ള നാട്ടുകാർക്കൊന്നും ഇത് വിശ്വസിക്കാനായില്ല. നാട്ടുകാരുടെ മനസ്സിൽ ഇന്നും ബഷാറിൻ്റെ ആ ഒരു പുഞ്ചിരിച്ച മുഖമായിരുന്നു, കുണുങ്ങിയുള്ള നടത്തമായിരുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു അത്രേ. എന്തു പറഞ്ഞാലും ദേഷ്യപ്പെടാതെ പുഞ്ചിരിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന നല്ലൊരു മനുഷ്യൻ. ആളുകൾക്കൊക്കെ നല്ലത് മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും ഒരു പരോപകാരിയായിരുന്നു അത്രേ. എന്തു ചെയ്യാൻ, പടച്ചറബ് നേരത്തെ കാലത്തെ അങ്ങോട്ടേക്ക് വിളിച്ചു. ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും പടച്ചറബ് നൽകുമാറാകട്ടെ. പടച്ചറബ് ഈ മാസത്തെ ഫളല് കൊണ്ട് ആ മകൻ്റെ എല്ലാ പാപങ്ങളും പുറത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. അവിടെ ഈ സഹോദരൻ്റെ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നല്ലൊരു മാസമാണ്, എല്ലാവരും ദുആ ചെയ്യുക. പിന്നെ ഈ നല്ലൊരു മാസത്തെ നമ്മുടെ ദുആയിൽ ഇയാളെ കൂടി ഉൾപ്പെടുത്തണം. അറിയാലോ നിങ്ങൾക്ക്, അത്ര പെട്ടെന്നൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ. ആ ഉമ്മയുടെ മുഖം നമ്മുടെ മനസ്സിൽ നിന്നും മായുമോ? ഈ റമദാനിലല്ല, കഴിഞ്ഞ റമദാനിലുമല്ല, അതിനപ്പുറത്തെ റമദാനിൽ നമ്മളൊക്കെ ഒരുപാട് വിഷമിച്ചതാണ് ഈ ഉമ്മയുടെ കണ്ണീര് കണ്ടിട്ട്. കോഴിക്കോട് ഫറോക്ക് സ്വദേശിയായ അബ്ദുൽ റഹീം, ഒരു റമദാനിൻ്റെ സമയത്തായിരുന്നു ഇവന് വേണ്ടി നമ്മൾ പടച്ചറബിനോട് തേടിയത്, ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടിയത്. പണത്തിന് വേണ്ടി പണം സ്വരൂപിച്ചതും നാളെ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ കണ്ണിൽ എണ്ണ ഒഴിച്ച് നോമ്പും നോറ്റ് കാത്തിരിക്കുകയാണ്. വലിയ ആരോഗ്യമൊന്നുമില്ല ആ ഉമ്മക്ക്, ഇത് താങ്ങാനുള്ള ശേഷിയും ആ ഉമ്മക്കില്ല. ആ മകനെ കാണുന്നത് വരെ പടച്ചറബ് ആരോഗ്യവും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. മകൻ കുറ്റം ചെയ്തോ തെറ്റ് ചെയ്തോ എന്നൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. ആ ഉമ്മയുടെ കണ്ണീരാണ് നമ്മൾ കണ്ടത്. ചെറിയ പ്രായത്തിലെ പ്രവാസ ലോകത്തേക്ക് പോയതാ ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ ആ പൊന്നുമോൻ അബ്ദുൽ റഹീം. അറിയാത്തവർക്ക് പറഞ്ഞു തരികയാണ്. കോഴിക്കോടുള്ള ഫറോക്ക് സ്വദേശിയായ അബ്ദുൽ റഹീം എന്ന ഈ മലയാളിയുടെ കേസ് കേരളത്തിൽ വളരെ അറിയപ്പെട്ടതാണ്, പുറം ലോകവും. ലളിതമായി പറയുകയാണെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറയാം. കോഴിക്കോട് സ്വദേശിയായ അബ്ദുൽ റഹീം സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്നു. ചെറിയൊരു പ്രായത്തിലായിരുന്നു നാട്ടിൽ നിന്നും ഡ്രൈവർ വിസയിൽ പോയത്. സാധാരണ പ്രവാസ ലോകത്തേക്ക് പോകുന്നവർക്ക് നമ്മൾ പഠിച്ച ജോലിയായിരിക്കില്ല കിട്ടുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ കിട്ടിയ ജോലി ചെയ്യേണ്ടി വരും. ഇന്നതറിയോ എന്ന് ചോദിച്ചാൽ അറിയുമെന്ന് പറഞ്ഞ് ജോലിക്ക് കയറൽ തന്നെ, വേറെന്താ ചെയ്യുക. അതുപോലെ ഡ്രൈവറായ അബ്ദുൽ റഹീമിന് കിട്ടിയ ജോലി അവിടെ അറബ് കുടുംബത്തിലെ ഒരു ഭിന്നശേഷി കുട്ടിയെ നോക്കാനുള്ള ജോലിയായിരുന്നു, ഹോം നേഴ്സിൻ്റെ ജോലി. അബ്ദുൽ റഹീം പഠിച്ചതോ ഒരു ഡ്രൈവർ ജോലി മാത്രം. അങ്ങനെ ഒരു കയ്യബദ്ധത്തിൽ 2006 ആ കുട്ടി മരിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. കുട്ടി മരിച്ചത് അബ്ദുൽ റഹീം കാരണമാണെന്ന് പറഞ്ഞ് പിന്നീട് അവിടെ നടന്നത് സൗദി കോടതിയിൽ അദ്ദേഹത്തിന് മരണശിക്ഷ വിധിച്ചു. അങ്ങനെ കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടു, ദിയാധനം കൊടുത്താൽ മാപ്പ് നൽകാമെന്ന്. കേരളത്തിൽ നിന്നും ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഒന്നിച്ചു ചേർന്ന് പിരിവ് നടത്തി. അതൊരു ലോക പിരിവായിരുന്നു, ഒരു ചലഞ്ചായിരുന്നു ഏറ്റെടുത്തത്. ഒരു റമദാനിൻ്റെ സമയം ഞാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടുമുണ്ടായിരുന്നു.
ഏകദേശം സമാഹരിക്കേണ്ടത് 34 കോടിയായിരുന്നു. അതായിരുന്നു ചലഞ്ച്. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അത് പൂർത്തീകരിക്കുകയും വേണം. ഉമ്മയുടെ ആ കരച്ചിൽ കണ്ട് ആളുകൾക്ക് സഹിക്കാൻ പറ്റാതെ രാവെന്നില്ല പകലെന്നില്ലാതെ റോഡിലിറങ്ങി പിരിവുകൾ നടത്തി. ബോച്ചയായിരുന്നു ഇതിന് മുന്നിട്ടിറങ്ങിയത്. അങ്ങനെ 34 കോടി രൂപ സമാഹരിച്ചു. തുടർന്ന് ആ കുടുംബം മാപ്പ് നൽകുകയും ചെയ്തു. അങ്ങനെ റഹീം മരണശിക്ഷയിൽ നിന്നും ഒഴിവായി. പക്ഷേ പിന്നെയും കിടക്കുന്നു കോടതിയുടെ 20 വർഷത്തെ കഠിന തടവ്. അതിലൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. നാട്ടിലാണെങ്കിൽ ആളുകൾ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. റഹീം നാളെ എത്തും എന്ന് പറഞ്ഞുകൊണ്ട്. ആളുകൾക്കൊന്നും ഇതറിയില്ലായിരുന്നു. റഹീമിന് വേണ്ടിയുള്ള ആ പണം കൊടുത്തതോടെ റഹീമിനെ മരണശിക്ഷയിൽ നിന്നും മാത്രമേ ഒഴിവാക്കിയുള്ളൂ. കോടതി കൊടുത്ത ശിക്ഷ 20 വർഷമായിരുന്നു. അങ്ങനെ ആ ഒരു 20 വർഷം എന്ന് കഴിയും, എന്ന് പൂർത്തിയാകും? അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ ഒരു ശിക്ഷ ഈ ഒരു 2026 പൂർത്തിയാകും. റഹീമിൻ്റെ വരവും കാത്തിരിക്കുകയാണ് ആ ഉമ്മ. ആകെയുള്ളൊരു ആശ്വാസം ഇടയ്ക്കൊക്കെ വിളിക്കുമെന്നുള്ളതാണ്. തീർച്ചയായും അദ്ദേഹം നാട്ടിലെത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ശിക്ഷ പൂർത്തിയായതിനു ശേഷം കോഴിക്കോടുള്ള ഉമ്മയുടെ വീട്ടിൽ തന്നെ അബ്ദുൽ റഹീം തിരിച്ചെത്തും. അതിനുവേണ്ടിയാണ് നമ്മളൊക്കെ കാത്തു നിൽക്കുന്നത്. ആ ഒരു രംഗം കാണാൻ, ആ ഉമ്മയും മോനും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം കാണാൻ. ഇതിനിടയിൽ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ഈ കൂട്ടപ്പിരിവായത് കൊണ്ട് തന്നെ പല തട്ടിപ്പുകളും നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മൾ പോകുന്നില്ല. അതിലൊക്കെ നമ്മൾ പോയാൽ നമ്മൾ അവസാനം കുടുങ്ങിപ്പോകും. നമുക്കൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉമ്മയുടെ അടുത്തേക്ക് ആ മകനെ ഏൽപ്പിക്കുക, ആ കണ്ണീരൊന്ന് തുടക്കുക. റഹീം ചിലപ്പോൾ ബലിപെരുന്നാൾ അടുപ്പിച്ച് നാട്ടിലെത്താം, അല്ലെങ്കിൽ ഈ വർഷം അവസാനം. എന്തെന്നാലും ഈ വർഷത്തിനുള്ളിൽ റഹീം തീർച്ചയായും നാട്ടിലെത്തും. അതിനുവേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. പടച്ച റബ്ബേ, എത്രയും പെട്ടെന്ന് റഹീം എന്ന ആ ഒരു പൊന്നു മകനെ ആ ഉമ്മയുടെ അരികിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. മുഹമ്മദ് ബഷാർ എന്ന ഈ ഒരു സഹോദരൻ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. അവർക്ക് നീ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഈ ഒരു മാസത്തിൻ്റെ ഫളില് കൊണ്ട് ആ പൊന്നുമോൻ്റെ എല്ലാ പാപങ്ങളും നീ പൊറുത്ത് ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബേ. പുണ്യ റമളാനിൻ്റെ പ്രതിഫലം ആ പൊന്നുമോൻ്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ചെറുപ്പക്കാരനാണ് റബ്ബേ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.